ഡാനിയൽ പേൾ എന്ന മാധ്യമപ്രവർത്തകനെ കൊലപ്പെടുത്തിയത് കാലങ്ങൾക്ക് മുൻപാണ്. അത് ലഷ്കർ ഇ തോയ്ബ അടക്കമുള്ള സംഘടനകളുടെ ഭാഗമായിട്ടായിരുന്നു ഭീകരമായ അല്ലെങ്കിൽ ക്രൂരമായ ഒരു കൊലപാതകം നടന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി വിക്രം മിശ്രി പങ്കുവയ്ക്കുകയുണ്ടായി. Bahawalpur is the headquarters of the Jaish-e-Mohammed terrorist group that is proscribed by the United Nations. Its leader, Maulana Masood Azhar, is a proscribed individual. It is, you brought up the connection with the tragic death or killing of Daniel Pearl of the Wall Street Journal. The Jaish-e-Mohammed was in some way directly or indirectly responsible for the death of Daniel Pearl. But the real connection is through Ahmed Omar Saeed Sheikh, the British Pakistani jihadi who was held in India but was finally released in 2000, and he was the person who lured Daniel Pearl to his eventually leading to his murder. So these are all obviously connected figures, connected individuals, connected institutions, and the attack on Bahawalpur, on that facility of the Jaish-e-Mohammed in Bahawalpur is, I would imagine, a fitting part of this unfortunate incident. ശരിയാണ്. ഡാനിയൽ പേളിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ജെയ്ഷെ-മുഹമ്മദിന്റെ അടിവേരിളക്കുന്ന ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയത്. പല മാധ്യമപ്രവർത്തകർ, വിദേശ മാധ്യമപ്രവർത്തകരടക്കം ഇന്ത്യക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഡാനിയൽ പേൾ അനുഭവിച്ച ആ ക്രൂരമായ കൊലപാതകത്തിന് ഏതൊക്കെ രീതിയിൽ ഇന്ത്യക്ക് മറുപടി കൊടുക്കാൻ കഴിഞ്ഞുവെന്ന് ഇന്ത്യ അഭിനന്ദിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആ കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നു. ബസന്ത്, വിക്രം മിശ്രി വ്യക്തമാക്കുന്നു. അതായത് എന്തൊക്കെ പേരുകളിൽ ലഷ്കർ ഇ തോയ്ബ, പല 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 പേരുകൾ, ജെയ്ഷെ-മുഹമ്മദ്, അങ്ങനെ ഏതൊക്കെ ഹർക്കത്തുൽ മുജാഹിദീൻ, എത്രയോ പേരുകളിൽ എല്ലാത്തിൻ്റെയും പക്ഷേ കേന്ദ്രങ്ങളൊന്നാകുന്നു. എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഇന്ത്യയെ തകർക്കുക, ഇന്ത്യയിൽ വിഘടനവാദം ഉണ്ടാക്കുക, കശ്മീരിനെ ചോരക്കളമാക്കുക. അങ്ങനെ പല വിധത്തിൽ ഈ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന സംഘടനകൾ അവരുടെ കൈപ്പിടിയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ അവർ നിയന്ത്രണത്തിലാക്കുന്ന പാവം മാധ്യമപ്രവർത്തകരടക്കം കൊന്നു തള്ളുന്ന കാഴ്ച. അപ്പോൾ അതിനൊക്കെയുള്ള മറുപടി ലോകത്തിന് വേണ്ടി ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിന് ഇന്ത്യ അതിന് നേതൃത്വം നൽകുന്നു എന്നുകൂടി പ്രഖ്യാപിക്കുകയല്ലേ നമ്മൾ? തീർച്ചയായും ഇതിലിപ്പോൾ ഡാനിയൽ പേളിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചോദ്യം അത് ലക്ഷ്യമിട്ടിരുന്നത് ഇന്നലെ വന്ന വാർത്തകളായിരുന്നു. അതായത് റൌഫ് അസർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ആ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയായിരുന്നു ആ ചോദ്യം വന്നത്. ഇന്നലെ വന്ന വാർത്തകൾ എന്ന് പറയുന്നത് മസൂദ് അസറിൻ്റെ സഹോദരൻ റൌഫ് അസർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അതായത് കാണ്ഡഹാർ വിമാന റാഞ്ചൽ ആസൂത്രണം ചെയ്ത റൌഫ് അസർ, മസൂദ് അസറിൻ്റെ മോചനത്തിന് വേണ്ടിയായിരുന്നു അത്. ആ റൌഫ് അസർ ഇന്നലത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതായിരുന്നു വന്ന വാർത്തകൾ. ചില വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അത്തരം വാർത്തകൾ വന്നത്. പക്ഷേ ഇന്ന് വിദേശ മന്ത്രാലയം അക്കാര്യത്തിലൊരു വലിയ വ്യക്തത വരുത്താൻ തയ്യാറായില്ല. ആകെ പറഞ്ഞത് ഈ വാക്കുകളാണ്: ഡാനിയൽ പേളിൻ്റെ വധത്തിൽ ജെയ്ഷെ-മുഹമ്മദിൻ്റെ പങ്ക് വ്യക്തമാണ് എന്ന് വിക്രം മിശ്രി പറഞ്ഞു. ഡാനിയൽ പേളിനെ വധിച്ചത് ബ്രിട്ടീഷ് പാക് ഭീകരനായ അഹമ്മദ് ഒമർ ഷഹീദ് ഷെയ്ഖാണ്. ഒരു തവണ കൂടി, ബ്രിട്ടീഷ് പാക് ഭീകരനായ അഹമ്മദ് ഒമർ ഷഹീദ് ഷെയ്ഖാണ്. ഇയാൾക്ക് ജെയ്ഷെ-മുഹമ്മദുമായി നേരിട്ട് ബന്ധമുണ്ട്. ബഹാവൽപൂരിലെ ജെയ്ഷെ-മുഹമ്മദ് ആസ്ഥാനം ഇന്ത്യ തകർത്തിട്ടുണ്ട്. ജെയ്ഷിൻ്റെ പ്രവർത്തികൾക്കുള്ള മറുപടിയാണ് ഇന്ത്യയുടെ തിരിച്ചടി എന്ന് മാത്രമാണ് ഇപ്പോൾ വിക്രം മിശ്രി പറഞ്ഞിരിക്കുന്നത്. അതായത് റൌഫ് അസറിൻ്റെ ആ ഒരു മരണം, അല്ലെങ്കിൽ ഇന്നലത്തെ കഴിഞ്ഞ ദിവസമുണ്ടായ ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾക്ക് ഒരു വ്യക്തത വരുത്താൻ വിദേശ മന്ത്രാലയം തയ്യാറാകുന്നില്ല. അതിന് പകരം ഇത്തരം ഈ ഡാനിയൽ പേളിൻ്റെ മരണത്തിന് അല്ലെങ്കിൽ അന്ന് കൊന്നതാരാണ് എന്നുള്ളത്, അതായത് ആ ക്രൂരമായ ആ വീഡിയോയിൽ ഡാനിയൽ പേളിൻ്റെ കഴുത്തറുക്കുന്നത് ആരാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
ബഹാവൽപൂരിലെ ജെയ്ഷിൻ്റെ ആസ്ഥാനവും ഞങ്ങൾ തകർത്തിട്ടുണ്ട്, അതിനുള്ള മറുപടിയാണത് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതായത് റൌഫ് ഹസറിൻ്റെ കാര്യത്തിൽ, മസൂദ് അസറിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഇനി കൂടുതൽ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ അതിൻ്റെ വ്യക്തമായ ഒരു ചിത്രം തെളിയുമായിരിക്കും.